ഇക്കുറി വയനാട്ടിലെ മത്സരം വളരെ രസകരമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു മത്സരം രസകരമാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്ന വയനാട്. പക്ഷേ 2019 സിറ്റുവേഷൻ അല്ല 2024. 2019 വയനാട്ടിലെ ജനങ്ങൾ വാരിക്കോരി കൊടുത്ത് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു, ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിന്. കൃത്യം പറഞ്ഞാൽ 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. കിട്ടിയ മൊത്തം വോട്ടല്ല, ഭൂരിപക്ഷം. മൊത്തം വോട്ടുകൾ 7,63,000 സംതിങ് ആണ്. അതിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വളരെ കുറച്ച് വോട്ടുകളെ LDFന്റെ സ്ഥാനാർത്ഥി കിട്ടിയുള്ളൂ. അവിടെയാണ് രാഹുൽ ഗാന്ധി 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് വയനാട്ടിൽ. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷമായിരുന്നു അത് 2019. അന്ന് രാഹുൽ ഗാന്ധി ജയിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഒക്കെ ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 20-ൽ 19 സീറ്റിലും അങ്ങനെ UDFനെ ജയിപ്പിച്ച ജനതയാണ് നമ്മുടേത് കേരളത്തിൽ. പക്ഷെ ഇന്നിപ്പോൾ ആ പ്രതീക്ഷകളൊന്നുമില്ല. കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നോ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിക്ക് എത്രമാത്രം മുന്നേറാൻ കഴിയുമോ എന്നതൊക്കെ ഡിപ്പെൻസ്. വരാനിരിക്കുന്ന പൊളിറ്റിക്കൽ ബോംബുകൾ വല്ലതും BJPക്ക് എതിരായിട്ട് വന്നാൽ മാത്രമേ എതിർപക്ഷത്തിന്, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് വലിയ പ്രതീക്ഷകൾ വയ്ക്കേണ്ടതുള്ളൂ. ഏറ്റവും അവസാനം പൊട്ടാവുന്ന ഒരു ബോംബ് ഇലക്ട്രൽ ബോംബാണ്. ഇലക്ട്രൽ ബോണ്ടെന്ന് മാറ്റി ഞങ്ങൾ അതിനെ ഇലക്ട്രൽ ബോംബ് എന്നാക്കാൻ പറ്റും. ഈ ഇലക്ട്രൽ ബോംബ് ഏതൊക്കെയാണെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിക്കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടോടെ കൈമാറിക്കഴിഞ്ഞു. 15-ന് മാർച്ച് 15 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതിനകത്ത് വല്ല ഇലക്ഷൻ ബോംബ്, ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഇലക്ഷൻ ബോംബ് ഉണ്ടായാൽ മാത്രമേ പ്രതിപക്ഷ സഖ്യത്തിന് കാര്യമായ ഒരു പ്രഹരമേൽപ്പിക്കാൻ, BJPക്ക് പ്രഹരമേൽപ്പിക്കാൻ സാധിക്കൂ എന്ന വസ്തുതയുണ്ട്. അവിടെയാണ് വയനാട് ഇലക്ഷനെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഇലക്ഷനായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥി ചെറിയ പുള്ളിയല്ല. CPIയുടെ ദേശീയ നേതാവ് ആനി രാജ എന്ന മലയാളിയാണ്. ഇരട്ടിക്കാരി, കണ്ണൂർ ഇരട്ടിക്കാരി മലയാളിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്. ഇപ്പൊ NDA സ്ഥാനാർത്ഥി ആരാണ്? അതൊരു മലയാളി സ്ത്രീ, കോഴിക്കോട്ടുകാരി. NDA സഖ്യത്തിലെ ഘടകകക്ഷിയായ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചിട്ടുള്ള അംബേദ്കർ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലെ വിഭാഗത്തിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് നുസ്രത്ത് ജഹാൻ എന്ന കോഴിക്കോട്ടുകാരി. അവർ പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് പഠിച്ച് പിന്നെ പ്രവർത്തന മേഖല വടക്കേ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിച്ച്, ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ച് NDA ഘടകകക്ഷികളിൽ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന നുസ്രത്ത് ജഹാൻ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരു മുഖം. TV ചർച്ചകളിലൊക്കെ പലപ്പോഴും അവർ വന്ന് നുസ്രത്ത് ജഹാൻ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നുസ്രത്ത് ജഹാന് വയനാട്ടിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ആനി രാജയ്ക്ക് വയനാട്ടിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെ തന്നെ നുസ്രത്ത് ജഹാനും വയനാട്ടിൽ എന്ത് കാര്യമുണ്ട് എന്ന് ചോദിച്ചാലും അതിനുത്തരമുണ്ട്. അവർ കോഴിക്കോട്ടുകാരിയാണ്. അവർ പഠിച്ചത് കോഴിക്കോടാണ്. പിന്നാണല്ലോ അവർ ഡൽഹിയിലേക്ക് പോയത്. അപ്പൊ ഇവിടെ നുസ്രത്ത് ജഹാന്റെ സ്ഥാനാർത്ഥിത്വം ഡൽഹിയിൽ NDA മന്ത്രിസഭയിലെ മോദി ഗവൺമെന്റിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ രാംദാസ് അത്വാലെയാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹമാണ് ദേശീയ പ്രസിഡന്റ് ഈ പാർട്ടിയുടെ, RPI ഓഫ് ഇന്ത്യ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. ഇവിടെ ഒരു ചോദ്യമുള്ളത്, കഴിഞ്ഞ തവണ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥി ആരായിരുന്നു? അത് വെള്ളാപ്പള്ളിയുടെ മകൻ സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. അങ്ങനെ സഖ്യകക്ഷിയായ BDJSന് കൊടുത്ത ഒരു സീറ്റായിരുന്നു വയനാട്. പക്ഷെ ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിലേക്ക് പോകും, അല്ലെങ്കിൽ കോട്ടയം എന്ന് കേൾക്കുന്നു. അവസാന പ്രഖ്യാപനം ആയിട്ടില്ല സഖ്യത്തിൽ ഏതൊക്കെ സീറ്റുകളിൽ എന്നുള്ളത്. അതുകൊണ്ട് വയനാട്
ദേശീയ നേതൃത്വം ഇടപെട്ട് നരേന്ദ്രമോദി കൂടി ഇടപെട്ടിട്ടാണ് നുസ്രത് ജഹാന് ഈ സീറ്റ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ടോപ്പ് ലെവലിൽ നിന്നുള്ള ഇടപെടലുണ്ട്. അവർക്ക് BJP നേതൃത്വമായിട്ടും നുസ്രത് ജഹാന് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അവർ പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ജന്മം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ജനിച്ച നുസ്രത് ജഹാൻ അവര് മുസ്ലിം സമുദായത്തിലെ ഈ വളരെ മൗലികമായ നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കുകയും അതേസമയം സംഘപരിവാറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു മുസ്ലിം വനിതയായിട്ടാണ്, ഒരു നേതാവായിട്ടാണ്, രാഷ്ട്രീയ പ്രവർത്തകയായിട്ടാണ് നമ്മൾ നുസ്രത് ജഹാനെ വിലയിരുത്തുന്നത്. ദേശീയ ശ്രദ്ധയാണ് വയനാടിന് കിട്ടുന്നത് രാഹുൽ ഗാന്ധിയിൽ കൂടെ തന്നെ. ഇത്തവണ അത് അതിനേക്കാൾ അപ്പുറത്താണ്. കാരണം ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി, എതിർപക്ഷത്ത് LDF ആനി രാജ, ഇപ്പോൾ ഇവിടെ NDAയുടെ നുസ്രത് ജഹാനും വന്നിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ 2 സ്ത്രീകൾ, ശ്രദ്ധ നേടാവുന്ന അല്ലെ കരുത്തരായ 2 സ്ത്രീകളാണ്. രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും അവരവരുടെ മേഖലകളിൽ ശക്തരായ 2 സ്ത്രീകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് എന്നത് തന്നെ ഇത്തവണ വയനാടിനെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കത് ഓരോ ദിവസവും ഇനി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടി, ഇവിടെ കോൺഗ്രസിന്റെ നിലപാട്, ലീഗിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ AICC വക്താവ് ഷമാ മുഹമ്മദ് എന്ന സ്ത്രീ വനിതകൾക്ക് സീറ്റുകൾ കൂടുതൽ കൊടുക്കാഞ്ഞതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അവരും കോഴിക്കോട്ടുകാരിയാണ്, അവരും പഠിച്ചത് കോഴിക്കോട്ടാണ്, പിന്നീടാണ് അവർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് പറയുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരെ കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് ജനിച്ച് പഠിച്ച് വളർന്ന ഒരു സ്ഥാനാർത്ഥി, കണ്ണൂർക്കാരി, ഇരിട്ടിക്കാരി ആനി രാജ പോലെ തന്നെ കോഴിക്കോട്ടുകാരി നുസ്രത് ജഹാൻ. എന്നാൽ വനിതകളെ കോൺഗ്രസ് വേണ്ടത്ര നിർത്തിയില്ല എന്ന് പരാതി പറഞ്ഞ ഷമാ മുഹമ്മദ് AICC വക്താവും കോഴിക്കോട്ടുകാരി. അപ്പൊ കോഴിക്കോടും വയനാടും ഈ ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണല്ലോ. 3 ജില്ലകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം 3 സീറ്റുകൾ വയനാട് ജില്ലയിൽ. ഏതൊക്കെ? മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. ഈ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ, ലോക്സഭയിൽ ഉൾപ്പെടുന്ന ഈ 3 മണ്ഡലങ്ങളിൽ, വയനാട്ടിലെ മണ്ഡലങ്ങളിൽ മാനന്തവാടിയിൽ LDF CPMന്റെ MLA ജയിച്ച MLA കഴിഞ്ഞ 2021. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ MLA IC ബാലകൃഷ്ണൻ. വയനാട്ടിൽ കോൺഗ്രസിന്റെ യുവ നേതാവ് സിദ്ദിഖാണ് MLA. അപ്പൊ വയനാട്ടിലെ 2 സീറ്റിൽ UDFും 1 സീറ്റിൽ LDF ജയിച്ചു വന്നു. ഈ മണ്ഡലത്തിന്റെ ബാക്കി 4 മണ്ഡലങ്ങള്, ഇപ്പൊ 3 വയനാട്ടിലുള്ളത്, 4 മണ്ഡലങ്ങള്, പിന്നെ 3 മലപ്പുറത്ത് 1 കോഴിക്കോട്ടുമാണ്. കോഴിക്കോട്ട് തിരുവമ്പാടിയിൽ LDF ആണ് ജയിച്ചത്, CPM സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മറ്റ് 3 മലപ്പുറത്തെ ജില്ലയിലെ മണ്ഡലങ്ങള് നമുക്കറിയാം. ഏറനാടുണ്ട്, പിന്നീട് വണ്ടൂറുണ്ട്, പിന്നീട് നിലമ്പൂരുണ്ട്. അപ്പം മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ അസംബ്ലി സെഗ്മെന്റിൽ നിലമ്പൂർ LDFന്റെ PV അൻവർ നമുക്കറിയാം, വണ്ടൂർ കോൺഗ്രസിന്റെ AP അനിൽകുമാർ, പിന്നെ ഏറനാട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്, ബഷീറാണ് ജയിച്ചത്. അപ്പൊ 7 അസംബ്ലി സെഗ്മെന്റ്സിൽ എന്തൊക്കെയാണ്? അവിടെ ഭിന്ന റിസൾട്ടാണ്. ഒരു പാർട്ടിക്ക് മാത്രം മേധാവിത്വം ഇല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ LDFും UDFും ജയിച്ചു വന്ന മണ്ഡലങ്ങളാണ്. ഇവിടെയാണ് ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്, നമ്മൾ അതിൻ്റെ ഒരു ജനസംഖ്യാടിസ്ഥാനത്തിലും മതപരമായ കാര്യങ്ങൾ എടുത്താലും മൊത്തത്തിൽ നോക്കിയാൽ ഒരു UDF അനുകൂല മണ്ഡലമായ വയനാടിൻ്റെ ഏറ്റവും പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് തന്നെയാണ്. ഇപ്പൊ വണ്ടൂര് കോൺഗ്രസിന്റെ AP അനിൽകുമാർ ജയിക്കുന്നെങ്കിലും അത് ആരുടെ വോട്ടാണ്? അത് ലീഗിന്റെ വോട്ടാണ്.
നിലമ്പൂർ കോൺഗ്രസിൽ നിന്ന് PV അൻവർ LDF-ലൂടെ പിടിച്ചെടുത്തെങ്കിലും അവിടെയും ലീഗിനും കോൺഗ്രസിനും സ്വാധീനമുള്ള മണ്ഡലമാണ്. അതാണിപ്പോൾ LDF പിടിച്ചെടുത്തത്. ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്ന ഈ നിലമ്പൂർ പിടിച്ചെടുത്തത് അങ്ങനെയാണ്. പിന്നെ വയനാടിന്റെ സ്വഭാവം നമുക്കറിയാം. അവിടെ മുസ്ലിം സമുദായത്തിന് നല്ല പ്രാതിനിധ്യമുണ്ട്. പിന്നെ കോഴിക്കോട് തിരുവമ്പാടി മേഖല. അപ്പോൾ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ LDF-ന് സ്വാധീനമുണ്ട്, UDF-ന് സ്വാധീനമുണ്ട്. പിന്നെ അതിനനുസരിച്ച് BJP-ക്ക് അവിടെ സ്വാധീന മേഖലകൾ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി ഇത്രയും മഹാഭൂരിപക്ഷത്തിന് ജയിച്ചതിന്റെ കണക്ക് ഞങ്ങൾ പറഞ്ഞു. അന്ന് BJP നേടിയത്, BJP-ക്ക് വേണ്ടി NDA-ക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി നേടിയത് 78,816 വോട്ടാണ്. വെറും 7.21%. നമ്മൾ ശ്രദ്ധിക്കണം. അതിന് തൊട്ടുമുമ്പുള്ള ഇലക്ഷനിൽ 2014 കോൺഗ്രസിന്റെ MA ഷാനവാസ് ജയിച്ച സമയത്ത് BJP-ക്ക് അന്ന് കിട്ടിയത് 80,752 വോട്ട്, അതായത് 6.46. അപ്പൊ 6.46 2014 അതിൽ നിന്ന് 2019 7.21 BJP-യുടെ വോട്ട് ശതമാനം വർദ്ധിച്ചു എന്ന് നമുക്ക് പോൾ ചെയ്ത വോട്ടിന്റെ വർദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി 2024 നുസ്രത് ജഹാൻ വന്ന് നിൽക്കുമ്പോൾ, BJP സഖ്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം, BJP-യുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് 10% മുകളിലേക്ക് കടക്കും നുസ്രത് ജഹാനിലൂടെ. അതിനകത്ത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ അവർ വോട്ട് ശതമാനം BJP അല്ലെ NDA സഖ്യ സ്ഥാനാർത്ഥി നുസ്രത് ജഹാൻ കൂട്ടുമ്പോൾ അവിടെ എവിടുന്നാണ് വോട്ടുകൾ ചോരുക? ഫോർ എക്സാമ്പിൾ, നുസ്രത് ജഹാൻ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് വനിതകളെ നിർത്തിയില്ല എന്ന് ഷമാ മുഹമ്മദിന്റെ പരാതി, കോഴിക്കോട്ടുകാരി കോൺഗ്രസ് നേതാവിന്റെ പരാതി. ഇപ്പോൾ ഒരു കോഴിക്കോട്ടുകാരി തന്നെ ഒരു ദേശീയ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് വന്ന് വനിത നിൽക്കുന്നു. മറ്റൊരു വനിത ആനി രാജ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വനിതകളുടെ ഒരു പരിഭവവും പരാതിയുടെയും ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തവണ വയനാട്ടിലെ ഇലക്ഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഒരു വിഷയത്തിൽ നുസ്രത് ജഹാനും കൂടുതൽ വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, BJP ഇത്തവണ NDA, BJP-യുടെ സഖ്യകക്ഷിയാണല്ലോ RPI. അപ്പോൾ ഇത്തവണ BJP സഖ്യം വയനാട്ടിൽ ആദ്യമായിട്ട് 10%-ലധികം വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ ആ ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ബാക്കി കണക്കെടുക്കാം. തെറ്റിപ്പോയാൽ തെറ്റിന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞോളാം. ഇപ്പൊ ഞങ്ങളുടെ അസസ്മെന്റ് ഇതാണ്, നുസ്രത് ജഹാൻ 10%-ലധികം വോട്ട് പിടിച്ചിരിക്കും. ഞങ്ങൾക്ക് സംശയമില്ല. അത് 10-നും 15-നും ഇടയ്ക്ക് ശതമാനം വോട്ടായിട്ടും മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുക, രാഹുൽ ഗാന്ധി ജയിച്ചു വന്നാലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാൾ ഗണ്യമായിട്ട് കുറയും. ആനി രാജ LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ കൂടുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ, അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഇങ്ങനെ ത്രാസിൽ തൂങ്ങുമ്പോൾ, തൃശങ്കൂരിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറഞ്ഞാൽ പോലും അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കേരളത്തിലെ UDF-നും ക്ഷീണം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വന്ന് നിൽക്കുന്നതിനെ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നത് BJP-യും NDA സഖ്യവുമാണ് വടക്കേ ഇന്ത്യയിൽ എന്നുള്ളത് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഒരു തിളക്കമുള്ള വിജയം കിട്ടിയില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ പരാജയം കൂടിയാണ്, UDF-ന്റെ പരാജയം കൂടിയാണ് എന്നിവിടെ പറയേണ്ടി വരും. മറ്റൊന്ന്, ലീഗിന് കിട്ടാവുന്ന 3ാമത്തെ സീറ്റാണ് വയനാട്. ഞങ്ങൾക്ക് സംശയമില്ല, UDF-ൽ ലീഗിന് സുഖമായിട്ട് മത്സരിക്കാവുന്ന വോട്ട് ബാങ്കുള്ള 3ാമത്തെ മണ്ഡലം മലപ്പുറത്തെ പൊന്നാനിയും മലപ്പുറവും കഴിഞ്ഞാൽ പിന്നെ വയനാട് ലോക്സഭാ മണ്ഡലമാണ്. അത് ലീഗിന് അത് ചോദിക്കാനുള്ള എല്ലാ
അർഹതയും അവകാശവും UDF ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ ലീഗിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഒരു അഴകുഴമ്പൻ നിലപാടുകൾ മൂലം ഒരിക്കലും ലീഗിന് ഇത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു എന്താ പറയുന്ന ശേഷിയില്ല. ലീഗിന് കിട്ടാവുന്ന ലോക്സഭാ മണ്ഡലമായ വയനാട് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട്. ഇവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഈ മേഖലയിൽ മത്സരിച്ച് എത്ര സീറ്റ് ജയിക്കും? പക്ഷെ ലീഗിന് ചില സീറ്റിലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള ത്രാണി ഉണ്ടല്ലോ ലീഗിന്. അത് ലീഗിന് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും കൂടുതലും കരുതി പറയാനില്ല. എന്നാലും നുസ്രത്ത് ജഹാന്റെ വരവ് ഒരൊന്നര വരവാണ്. അവർ കൂടുതൽ വോട്ട് പിടിക്കും. BJP മുന്നണിയുടെ വോട്ട് സംഖ്യ വർദ്ധിക്കും, വോട്ട് ശതമാനം വർദ്ധിക്കും. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയും. ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്. അത് നമുക്ക് കാത്തിരുന്ന് നോക്കാം.